ഇന്നത്തെ വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. 2 Corinthians chapter 8 verse 9. അതിങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sakes he became poor, that you through his poverty might become rich. Praise the Lord. ഇന്ന് ഞാൻ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചത് ഒരു ചെറിയ വാക്യമാണെങ്കിലും കുഞ്ഞുങ്ങൾക്കെല്ലാം അത് കിട്ടേണ്ടതിന് വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മെസ്സേജ് ഇച്ചിരി കുറച്ചാലും കുഴപ്പമില്ല, പക്ഷേ യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നു. അവന് ഇവിടെ പൗലോസ് പറയുകയാണ്, യു നോ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ കർത്താവ് ആരായിരുന്നു എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾ അറിയണം. So here when it talks about the grace of our Lord Jesus, we have to understand who our God was and what he has done for us. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് ഇത് ആപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. We have to understand how we can apply this to our practical lives. അപ്പം ദൈവം എന്തിനു വേണ്ടിയിട്ട് സമ്പന്നതയിൽ നിന്ന് ദരിദ്രനായി തീർന്നു? അത് നമുക്ക് വേണ്ടിയിട്ടാണ്. So why did God become from rich he became poor? It was for our sakes. കാര്യം നമ്മുടെ ദാരിദ്ര്യമാണ് ദൈവം എടുത്ത് ആ ഒരു ഗ്ലോറിയസ് പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്, നമുക്ക് നഷ്ടപ്പെട്ട ആ ഗ്ലോറി, ആ പ്രസൻസ് നമുക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ദാരിദ്രനായി തീർന്നത്. God became poor and took on poverty so that he can restore to us the glorious position that we lost. നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ അവസ്ഥകൾ കണ്ട് ദൈവത്തിന് നമ്മളോടുള്ള ഒരു കമ്പാഷനായിരുന്നു ദൈവത്തിൻ്റെ ദാരിദ്ര്യം. The poverty of God was his compassion for us when he saw our situation. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ എത്രത്തോളം ദൈവം നമുക്ക് വേണ്ടിയിട്ട് തന്നെത്താൻ താഴ്ത്തി എന്നുള്ള കാര്യം, എത്രത്തോളം അവൻ ദരിദ്രനായി തീർന്നു എന്നുള്ള കാര്യം നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. Here in Matthew chapter 11 verse 19 we can see how much he humbled himself for us. അപ്പോൾ അവൻ്റെ ആ പദവികളൊക്കെ അവസാനം മനുഷ്യപുത്രന് കിട്ടിയ പേരെന്ന് പറഞ്ഞാൽ ചുങ്കക്കാരൻ്റെയും പാപികളുടെയും സ്നേഹിതനെന്നും തിന്നുന്നവനും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു തീഴ്ന്ന അല്ലെങ്കിൽ അത്രയ്ക്കൊരു താഴ്ന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കർത്താവിനെ വരച്ചു കാട്ടുവാനായിട്ടിടയായി. The title our Lord Jesus got from the people of his day was a glutton, wine bibber, a friend of tax collectors and sinners, and that title is so low for him. അത് മാത്രമല്ല, പിശാചിൻ്റെ കൂട്ടുകാരൻ എന്നുള്ളും പിശാചിനെ വെച്ചിട്ടാണ് ഇവൻ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നതും എന്നുള്ള പേര് വരെ നമ്മുടെ കർത്താവിനുണ്ടായി. Not only that, but the people began to say that he began to do all the miracles through the devil's power. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് ആരായിരുന്നെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എത്രത്തോളം അവൻ നമുക്ക് വേണ്ടി താഴ്ന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. Only when we realize who our God was, then we will understand how much he humbled himself for us. നമ്മുടെ കർത്താവ് പവർഫുള്ളായിട്ടുള്ള, he was rich in power. അവൻ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ദൈവമായിരുന്നു. Our Lord was rich in power. കാര്യം ദൈവത്തിൻ്റെ ആ ഡിവൈൻ സ്റ്റാറ്റസ് അത്രയ്ക്ക് വലുതായിരുന്നു. Because his divine status was that great. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവന് ഇത്രയും ഈ സഫറിങ്ങും മരണവും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് അവൻ ഏറ്റെടുത്തത്, അവൻ്റെ ആ പവറൊന്നും അവൻ യൂസ് ചെയ്യാതെ അതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അവൻ സഹിച്ചത്. But he took on that suffering and that death without using his power was for our sake.
നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് നമുക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ്. When a problem comes to our lives, we begin to think, how much influence do we have? നമുക്കുള്ള മാക്സിമം പവർ നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ത്രെട്ടനിങ് ആയിട്ട്, ഇൻ കേസ് നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്ക് എത്രത്തോളം ഈ ഒരു വിഷയത്തിനെ ഓവർകം ചെയ്യുവാൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. If a threatening situation comes to our life, example in our offices, we begin to think how much power we have to overcome this. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് അവൻ്റെ പവർ അൺലിമിറ്റഡ് ആയിരുന്നു. കാര്യം പിതാവിൻ്റെ കൂടെ പിതാവിനോടുള്ള ആ സ്ഥാനം ഷെയർ ചെയ്തിരുന്ന ആ ദൈവത്തിന് അവൻ്റെ പവർ യൂസ് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. അവനൊന്നും മനസ്സിൽ ചിന്തിച്ചായിരുന്നെങ്കിൽ എത്രയോ ദൂതന്മാർ അവന് വേണ്ടിയിട്ട് കാൽവലിയിൽ ഇറങ്ങുവാനായിട്ടിടയായനെ. The power of our Lord Jesus was unlimited because he shared that position with God the Father. So he could have sent many angels and saved himself from the crucifixion. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ റിച്ച്നെസ്, he was rich in power. അവൻ ആ പവറിൽ he was rich in power. അവന് അബണ്ടൻസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. So our Lord was rich in power and he held a great abundant position. രണ്ടാമത് നമുക്ക് വേണ്ടിയിട്ട് അവൻ വിട്ട ഒരു സ്ഥലം, ഈ സ്വർഗലോകം വിട്ട് അവൻ താണലോകത്തിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുവാനായിട്ടിടയായി. Secondly, the Lord left his heavenly dwelling and came down here to this world. രണ്ടാമത്തെ ഒരു കാര്യം, he was rich in communion. The second thing is that he was rich in communion. ദൈവവുമായിട്ട്, പിതാവുമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിയനിലായിരുന്നു നമ്മുടെ കർത്താവ്. Our Lord was in the communion with the Father and the Holy Spirit. ആ കമ്മ്യൂണിയനും അവൻ വിടുവാനായിട്ടിടയായി. He was also able to leave that communion. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് അവൻ ഏകനായി കാൽവറി ക്രൂശിൽ അവൻ തനിയായി തീർന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. We can read in our word that the Lord became alone and abandoned for us. കാര്യം എന്താണെന്ന് വെച്ചാൽ Jesus was associated with this sinful nature, sinful people. He become എന്താ പറഞ്ഞേ, ആ പിതാവിൽ നിന്ന് ഈ പാപങ്ങൾ, നമ്മുടെ മനുഷ്യ വർഗത്തിൻ്റെ പാപങ്ങൾ മുഴുവനും അവൻ്റെ മേൽ ഏറ്റിയത് കൊണ്ട് പിതാവുമായിട്ട് അവൻ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. Because he took on the full sins of the humankind, he became separated from the Father. കാൽവറി ക്രൂശിൽ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ ദുഷ്ടരായ യൂതന്മാരുടെ അടിയേറ്റതല്ലായിരുന്നു, പിതാവിനുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിച്ചതാണ്. The most painful thing for the Lord Jesus was not that he got all that suffering, but that he lost his connection with the Father. ഈ കമ്മ്യൂണിയൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കർത്താവ് സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുവാനായിട്ട് ഇടയായത്. The Lord broke that communion from the Father so for our sakes. Praise the Lord, hallelujah. കഴിഞ്ഞ ദിവസം ഈ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഞങ്ങളിങ്ങനെ ചിന്തിച്ച സമയത്ത് ഏതോ മെസ്സേജിനകത്താണോ ഏതോ ബുക്കിനകത്താണോ ഇങ്ങനെ ഞാൻ കേട്ട ഒരു കാര്യം ഞാൻ പറയാം. യേശുവിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഈ പാപത്തിൻ്റെ ഗന്ധം നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു എന്നുള്ളത്. I heard recently that the most painful and problem for the Lord Jesus was to live in this world full of the fragrance of sin. Praise the Lord. ഈ പാപത്തിനൊരു ഗന്ധമുണ്ട്. There's a stench for sin. ഈ പാപം നിറഞ്ഞ സ്ഥലത്തൊരു ഗന്ധമുണ്ട്. There is a stench in the place where sin is filled. പാപം നിറഞ്ഞ മനുഷ്യനൊരു പക്ഷേ അത് മനസ്സിലാകത്തില്ലായിരിക്കാം. Maybe the sinful man will not understand that. പക്ഷെ പാപം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ യേശുവിന് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അവൻ ഈ പാപം നിറഞ്ഞ, പാപത്തിൻ്റെ ഗന്ധം നിറഞ്ഞ ഈ കമ്മ്യൂണിറ്റിയിലായിരിക്കുന്നത് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. But it was great challenge for the Lord Jesus, who was a sinless person, to be in a place full of the sinful stench. അതുകൊണ്ടാണ് അവൻ കൂടെ ഇവിടുന്ന് ആൾക്കാരിൽ നിന്ന് മാറി അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം ചെലവഴിച്ചതെന്ന് ഞാൻ കേൾക്കുവാനായിട്ടിടയായി. And I heard that that's why Jesus spent most time alone away praying. Praise the Lord, hallelujah. അങ്ങനെ ഈ പാപത്തിൽ നിന്ന്, നമ്മുടെ പാപങ്ങളെ മുഴുവനും, ഇത്രയും പാപത്തിനോട് വെറുപ്പുള്ള യേശു നമുക്ക് വേണ്ടി മാനവകുലത്തിൻ്റെ മുഴുവൻ പാപവും പേറി പിതാവിൽ നിന്ന് മാറി, അല്ലെങ്കിൽ പിതാവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറി ആ കമ്മ്യൂണിയനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ തകർക്കപ്പെട്ടു. So the Lord Jesus bore all that sin and broke off communion with the Father for our sake. അങ്ങനെ ഈ കമ്മ്യൂണിയനിൽ റിച്ച് ആയിരുന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് ആ പൂറായി തീർന്നു. So God, who was rich in communion,
For our sakes he became poor. Praise the Lord. Hallelujah. അതുപോലെയായിരുന്നു he was rich in holiness. He was also rich in holiness. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇവിടെ ഈ ലാസറിനെ ഉയർപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു. The most trouble for Jesus was not to raise Lazarus from the dead. രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളതും അല്ലായിരുന്നു. It was not to heal the sick. ഈ പാപികളുടെ കൂടെ ഈ പാപം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. കാര്യം ഈ പാപമാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. ഈ പാപം അവൻ ഒരിക്കലും, കാര്യം അവന് പാപത്തെ വെറുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. Our Lord hates sin, so it is the most problem was for him to take on sin. 1 Timothy chapter 6 verse 16 ഒന്ന് വായിക്കാം. Praise the Lord. Who alone as immortal. Hallelujah. അവൻ റിച്ച് ഇൻ ഹോളിനെസ്സിൽ വസിക്കുന്ന ഒരു ദൈവമാണ്, വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം. He is a God who dwells in holiness. അവന്റെ വിശുദ്ധി നമുക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു. But he forsook that for our sake. Praise God. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ in John chapter 4, ഒന്ന് വായിക്കാം. Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ അടുത്ത ഒരു റെപ്യൂട്ടേഷനാണ് അവൻ്റെ പ്രവൃത്തി, അവൻ ചെയ്യുന്ന അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതും നമുക്ക് വേണ്ടിയിട്ട് അവന് ഹല്ലേലൂയ നഷ്ടപ്പെടുത്തുവാനായിട്ടിടയായി. And the reputation of God is that the works that he can do, but for our sakes he left that also. ആ ഒരു പ്രിവിലേജ് നമുക്ക് അവൻ നൽകുവാനായിട്ടിടയായി. And he gave that privilege to us. കാര്യം താൻ ചെയ്യുന്നതിലും അധികം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. Because he called us to do greater works than what he did. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അങ്ങനെയുള്ള കോംപ്ലക്സുകളൊന്നും ഇല്ലാത്ത ദൈവമാണ്. God doesn't have any complex regarding that. കാര്യം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം ദൈവം ചെയ്തതിനും അധികം നമ്മൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. Because his desire for us is to do greater works than what he did. ഹല്ലേലൂയ. എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാം. Hebrews chapter 12 verse 23. Praise the Lord. Hallelujah. കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് he also has been wonderfully enriched us in communion. ഇത് യേശുവിൻ്റെ ആ കമ്മ്യൂണിയൻ നമുക്ക് വേണ്ടിയിട്ട് അവൻ സ്പ്ലിറ്റായി നമുക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ആ ആദ്യജാതൻ എന്നുള്ള ആ ഒരു പദവി എന്ന് പറഞ്ഞാൽ ഏകജാതൻ എന്നുള്ള പദവി അവൻ വിട്ട് ആദിജാതനായി നമ്മളെല്ലാം ആ ഒരു കമ്മ്യൂണിയനിലേക്ക് അവൻ ചേർക്കുവാനായിട്ടിടയായി. The Lord Jesus joined us along with his communion, so that he lost the privilege of being the begotten and he became the firstborn with all of us. Hallelujah. Praise the Lord. അപ്പോൾ കർത്താവ് എന്തൊക്കെ വിട്ടോ, കർത്താവ് ഏതൊക്കെ ഏരിയയിൽ ദാരിദ്ര്യം അനുഭവിച്ചോ അതെല്ലാം നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. So in all the areas and aspects where he became poor, it was to make us rich. ഏതൊക്കെ ഏരിയയിൽ നമ്മുടെ ജീവിതത്തിൽ അവനുമായിട്ടുള്ള കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടോ, അവനുമായിട്ടുള്ള ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ കർത്താവ് ദരിദ്രനായി തീർന്നു, നമ്മളെ സമ്പന്നരാക്കി മാറ്റി. In all the areas of our life where we lost the holiness and communion with God, he became rich, poor in that place. Praise the Lord. Amen. ഞാൻ ഒരു കഥ പറയാം, അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഒരിടത്ത് ഒരു മിഡിൽ ക്ലാസ്സിൽ ഉള്ള ഒരു ഫാമിലി ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അവർ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. There was once a middle class family living happily. അപ്പോൾ ആ ഫാമിലിയിലെ അപ്പന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ മകന് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ട്. The father of that family realized that the son has a great ability to learn. അപ്പോൾ ഈ മകൻ ഇത്രയും കഴിവുണ്ടായതുകൊണ്ട് അപ്പനൊരു കാര്യം ചിന്തിച്ചു, ഇവനെ പഠിപ്പിക്കണം.
So since the son had that ability, the father thought he has to learn, he has to study. അപ്പോൾ അപ്പൻ ഒരു കാര്യം ചെയ്തു, തൻ്റെ ജോലിയൊക്കെ താൻ വേറൊരു സ്ഥലത്ത്, ദൂരസ്ഥലത്ത് ഒരു ജോലി എടുത്തു. So the father took a job in a faraway place. എന്നിട്ട് താൻ ഭവനമൊക്കെ വിട്ട് ആ സ്ഥലത്ത് പോയി താമസിച്ചു. So he left that home and lived in that place. അപ്പം അപ്പൻ്റെ വലിയൊരു പ്രതീക്ഷ ഈ മകന് ഇവനെ പഠിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഇവനെ പഠിപ്പിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അപ്പൻ ഇതെല്ലാം ചെയ്യുന്നത്. So in the great expectation that the son will study, the father does all these things. അങ്ങനെ താൻ ഓരോ കാര്യങ്ങളായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിറ്റു. താൻ ആദ്യം അവിടെ ചെന്നു തൻ്റെ കാർ വിറ്റു. So he began to sell many things in his life. He sold his car. താൻ 2-3 ഷിഫ്റ്റുകൾ ചെയ്യാനായിട്ട് തുടങ്ങി. He began to do 2 to 3 shifts. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വീക്കായി. His health began weak. അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ഓരോന്നോ കാര്യങ്ങളായിട്ട് തൻ്റെ ലൈഫിൽ താൻ വിട്ട് അവസാനം തനിക്ക് ഉള്ള ആ വീടും താൻ ബാങ്കിൽ പണയപ്പെടുത്തി ആ പൈസയും എടുത്ത് ഈ മകനെ പഠിപ്പിച്ചു. Gradually he began to lose all the things in his life, and he had to sell his house to teach his kid. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും താനിങ്ങനെ ഓരോ കാര്യങ്ങൾ തൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ മോൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ്. അവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അവന് ശേഷം അവൻ PG കംപ്ലീറ്റ് ചെയ്തു, പിന്നെ അവൻ PhD എടുത്തു. അങ്ങനെ അവൻ്റെ ലൈഫിൽ ഓരോരോ ഗെയിന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. So as the father began to lose many things, the son began to gain many things, and he gained degree after another. ഇനി അങ്ങനെ അവൻ്റെ ലൈഫിൽ അവനൊരു സക്സസിൻ്റെ ടോപ്പിലെത്തി. And he reached the peak of success in his life. ആ സമയത്ത് ഈ അപ്പൻ്റെ ജീവിതത്തിൻ്റെ ബോട്ടത്തിലും എത്തി. And the father reached the bottom of his life. ഇതെല്ലാം എത്തിക്കഴിഞ്ഞ ശേഷം ഇവൻ്റെ ആ ഒരു സക്സസിൻ്റെ മൊമെൻറ്റ് വലിയ സെലിബ്രേഷനൊക്കെ നടക്കുകയാണ്. ആ കമ്മ്യൂണിറ്റി മുഴുവനും ഈ പയ്യനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജിലേക്ക് വിളിച്ചു. അവനെ ഇങ്ങനെ ആദരിക്കുന്ന ഒരു മൊമെൻറ്റിൽ So the community began to celebrate that and invited the son onto a stage to honor him. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്, ഈ ദേശത്തിൻ്റെ പ്രതീക്ഷയാണ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷയാണ്. അങ്ങനെ എല്ലാവരും ഇവനെ ഒരുപാട് പുകഴ്ത്തി പറയുവാനായിട്ടിടയായി. So the people congratulated him, telling that you are the expectation and hope of our place. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ മകൻ തീരുമാനിച്ചു, ഇതൊക്കെ ആയല്ലോ, ഞാൻ എൻ്റെ അപ്പൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലട്ടെ. അപ്പന് വലിയ ജോലിയൊക്കെ ആണെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഈ അപ്പൻ അയക്കുന്ന പൈസയൊക്കെ എടുത്ത് ഇങ്ങനെ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. So the son doesn't know about the father, and he thinks that the father is living and working somewhere else. So he thought he wanted to see the father. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അപ്പൻ്റെ ഒരു റിയൽ സിറ്റുവേഷൻ ഈ മകൻ മനസ്സിലാക്കുന്നത്. But when he went there, he saw the real situation of his father. അവിടെ വളരെ ദരിദ്രനായിട്ട് താമസിക്കുന്ന അപ്പനെ കണ്ട് ഈ മകന് ആകെ വിഷമമായി, അവൻ്റെ ഹൃദയം പൊട്ടി. The son became sad seeing his father live in poverty. മകൻ ഇങ്ങനെ ചോദിച്ചു, അപ്പ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം നീ നഷ്ടമാക്കിയത്? So the son asked his father, Dad, why did you leave and forsake all these things? അപ്പോൾ അപ്പൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. So the father said one thing. എനിക്ക് നിന്നിൽ ഒരു പ്രതീക്ഷയുണ്ട്. I had a hope in you. ഹല്ലേലൂയ. നിന്നിൽ ഞാൻ സംതിങ് കണ്ടു. I saw something in you. നിനക്ക് പഠിക്കാൻ കഴിവുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ കണ്ടു. I saw an ability in you to learn. നീ ഇന്നായിരിക്കുന്ന ഈ സക്സസിന്റെ ടോപ്പിൽ ഞാൻ നിൽക്കുന്നത് നീ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ കണ്ടു. I saw you standing in the peak of success even when you were little. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദാരിദ്ര്യം മുഴുവനും ഏറ്റെടുക്കേണ്ടത് വന്നത്. That's why I suffered all this poverty. അതിന് എൻ്റെ ജീവിതത്തിൽ പലതും എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു. I had to lose many things in my life. ഇത് ഞാനൊരു കഥയായിട്ട് പറഞ്ഞെങ്കിൽ ഇത് പല ഇടങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. Even though I said this as a story, this happens in many places. ഞാനൊന്ന് തിരിച്ചു ചിന്തിക്കട്ടെ. ഹല്ലേലൂയ. ഈ മകൻ ഈ സക്സസിൻ്റെ അല്ലെങ്കിൽ അപ്പൻ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ എത്താതിരുന്നെങ്കിലോ? But imagine in another perspective, what if the son didn't reach the success the father ഈ അപ്പൻ്റെ ഈ ദാരിദ്ര്യം മുഴുവനും വൃഥാവായി പോയേനെ. Then the father's poverty would have been in vain. അപ്പൻ ഈ സഹിച്ചത് മുഴുവനും വ്യർത്ഥമായി പോയേനെ. All the things the father suffered would have been in vain. പൗലോസ് പിതാ പറഞ്ഞത്, നിങ്ങൾ കാരണമാണ്, നിങ്ങളിൽ അവൻ ചിലതൊക്കെ കണ്ടതുകൊണ്ടാണ് ഈ ദാരിദ്ര്യം മുഴുവൻ അവൻ ഏറ്റെടുത്തത്. That is why Paul says it's for your sake that he became poor. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Are you able to understand what I said? നിങ്ങൾക്കൊരു നോർമൽ ലൈഫ് നയിക്കുവാനായിട്ട് കഴിയത്തില്ല സഹോദരാ. You are not able to live a normal life. നിനക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ കഴിയത്തില്ല. കാര്യം നിനക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർഗലോകം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി അവൻ ദരിദ്രനായി തീർന്നത്. നിനക്ക് വേണ്ടിയിട്ടാ. You cannot live like other people because it is for you that he left the heavenly place and came here. എങ്ങനെയാ നിനക്കൊരു നോർമൽ ലൈഫ് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്? How can you live a normal life?
എനിക്ക് എങ്ങനെയാ നിനക്ക് കൂട്ടുകാരെ പോലെ ജീവിക്കുവാനായിട്ട് കഴിയുന്നത്? How can you live like your friends? എനിക്ക് എങ്ങനെയാ നിങ്ങളുടെ അയലുകാരെ പോലെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നത്? How can you live like your neighbors? എങ്ങനെയാ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ പോലെ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യുവാൻ കഴിയുന്നത്? How can you behave like your co-workers? നിന്നിൽ ദൈവം ചിലതൊക്കെ കണ്ടതുകൊണ്ടാണ് അവൻ ദരിദ്രനായി തീർന്നത്. He saw something in you. That is why he became poor for you. ഹല്ലേലൂയ. Amen. അവൻ കടമെടുത്തത് നിനക്ക് വേണ്ടിയിട്ടാ സഹോദരാ. He became in debt for you. അവൻ തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാ. He was destroyed for you. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഇത് നീ മനസ്സിലാക്കണം. Paul says you have to understand this. നിനക്ക് വേണ്ടിയിട്ടാ. ഇതിന്റെ ഹല്ലേലൂയ അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 44. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് ഫ്രഷർ buried in the field that the man found and reburied. Then in his joy he goes and sell everything he has and buys that field. തനിക്കുള്ളത് സകലതും അവൻ വിറ്റു. He sold everything that he had. ഹല്ലേലൂയ. ലേഖനങ്ങളിൽ പറയുന്നു അവൻ ദരിദ്രനായി തീർന്നു. In the epistles it says that he became poor. എന്തിനു വേണ്ടിയിട്ടാ? Why? ഹല്ലേലൂയ. നമുക്ക് പോലും നമ്മളെ ഒരു വിലയില്ലാതിരിക്കുമ്പോൾ, Even when we don't even realize our own value. നമ്മൾ പോലും നമ്മളെ കുറവുള്ളവരായിട്ടും ഒന്നിനും കൊള്ളാത്തവരായിട്ടുമാണ് നമ്മൾ തന്നെ നമ്മളെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ കാണുകയാണ് ഇവനിൽ എൻ്റെ അഭിലാഷമെല്ലാം നിറവേറ്റാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇവനെ എനിക്ക് സ്വർഗലോകത്തിൽ ഹല്ലേലൂയ എൻ്റെ കൂടെ ഇരുത്തി ദൂതന്മാരെ കാണിക്കുവാനായിട്ട് കഴിയും. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അതങ്ങനെ എഴുതിയിരിക്കുന്നത്. നിന്നെ എന്തോ ചെയ്യാൻ പോവുകയാണ്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിന്നെ അനുഗ്രഹിച്ചിട്ട് ദൂതന്മാർക്കൊരു മാതൃകയാക്കി നിന്നെ എൻ്റെ അടുത്തിരുത്താൻ പോവുക. The Lord's plan for you is to seat you in the heavenly places before the presence of all the angels. നമുക്കിതൊക്കെ മനസ്സിലാകുമോ? Are we able to understand all this? നമ്മുടെ ഈ ബുദ്ധിക്ക് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? Are we able to understand this with our mind? നിങ്ങളെ ആരായിട്ടാ ദൈവം കണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമോ? Are you able to understand what God has seen? ഹല്ലേലൂയ. വെറും ഒരു പുരോഹിതനായിട്ടല്ല സഹോദരൻ നിന്നെ കണ്ടിരിക്കുന്നത്. നിന്നെ രാജകീയ ഹല്ലേലൂയ പുരോഹിതനായിട്ടാണ് നിന്നെ കണ്ടിരിക്കുന്നത്. God has not just seen you as a priest, but as a royal priest. ഹല്ലേലൂയ. പുരോഹിതന് മധ്യസ്ഥത അണയ്ക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ നിന്നെ ഒരു രാജാവാക്കിയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. The priest can only intercede, but God has also anointed you as a ചിലതൊക്കെ royal priest. പൊളിക്കുവാനും പണിയുവാനുള്ള ഒരു അതോറിറ്റി ദൈവം നിന്റെ മേൽ തന്നിരിക്കുക. To build and to uproot, God has given you the authority for that. ഹല്ലേലൂയ. എനിക്കൊരിക്കൽ ഹല്ലേലൂയ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനന്ന് പറയുവാനായിട്ട് കഴിഞ്ഞിട്ട് I cannot live a normal life. When I was praying, I said this verse that I cannot live a normal life. നമ്മൾ ദൈവം കണ്ട ഒരാളാണെങ്കിൽ, നീ ദൈവരാജ്യത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, you cannot live a normal life. If you're a person who God has seen, and if you're in the kingdom of God, you cannot live a normal life. Do you understand what I'm trying to say? നമ്മൾ ഒരു നോർമൽ വ്യക്തിയായിട്ട് എന്തെങ്കിലും ജീവിക്കാൻ പോകുവാണെങ്കിൽ നമ്മളൊരു ഫെയിലർ ആയിരിക്കും. We'll become a failure if we begin to live like a normal person. കാര്യം നമ്മളെ ദൈവം നോർമലായിട്ടല്ല കണ്ടത്. Because God has not seen you as normal. നിനക്ക് കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിനക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ല. You cannot do the things that you are not able to do. കടൽ നിനക്കുള്ളതല്ല. കടലിൽ ജീവിക്കുവാനുള്ള ഒരുപാട് മത്സ്യങ്ങളുണ്ട്, ഒരുപാട് കടലിൽ ജീവിക്കുന്ന സ്പീഷ്യസുകളുണ്ട്. പക്ഷെ അതല്ല അവിടെ അതിനു വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. You cannot live in the sea because the sea is made for other creatures. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, ലോകം നിനക്കുള്ളതല്ല, ലോകത്തിന് നീ അനുരൂപമാകരുത്, അത് നിനക്കുള്ളതല്ല. That's why Paul says, do not be conformed to the world because it's not of you.
ഹല്ലേലൂയ. ഈ ലോകത്തിൽ കാണുന്ന TV, മൂവി ഒന്നും ഹല്ലേലൂയ അത് നിനക്കുള്ളതല്ല സഹോദര. All the TVs and movies here are not for you. ഈ കാണുന്ന സീരീസ് ഒന്നും നിനക്കുള്ളതല്ല. All these TV series are not for you. ഇവിടെ കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നിനക്കുള്ളതല്ല. The lifestyle here is not for you. ഹല്ലേലൂയ. ഇവിടെ ഉള്ള ലൈഫ് സ്റ്റൈലിൽ മുഴുവനും ഹല്ലേലൂയ നെറ്റ്ഫ്ലിക്സ് സീരീസും ഹല്ലേലൂയ മറ്റേ എന്താ പറയുക പ്രൈം സീരീസും ഒക്കെയാണ് പലരുടെയും ജീവിതത്തിൽ ഒരു നല്ല സമയവും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. അതവരുടെ ലൈഫ് സ്റ്റൈലാ. നിനക്ക് അങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. God has not called you to live in the lifestyle of other people enjoying Netflix and Prime. ഹല്ലേലൂയ. ഇന്ന് മമ്മി സാക്ഷ്യം പറഞ്ഞല്ലോ തിരുവചനത്തിന്റെ മുത്തുകളെ പറക്കിയെടുക്കുവാനായിട്ട് അതിനുവേണ്ടി സമയങ്ങൾ ചെലവഴിക്കുവാൻ വേണ്ടിയിട്ട് അതിന്റെ മുമ്പിൽ ആഗ്രഹത്തോടുകൂടെ നീ ചെല്ലുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. God has called you to spend time in His Word and to pluck great pearls from there. ലോകത്തിൽ സന്തോഷം തരുന്നതൊന്നും നിനക്ക് സന്തോഷം തരത്തില്ല. What the world gives happiness, it will not make you happy. നിന്റെ സമയവും പണവും ഒക്കെ അതിനു വേണ്ടിയിട്ട് നീ ചെലവഴിച്ചാലും അത് നിനക്ക് ഒരിക്കലും ഒരു ഹാപ്പിനെസ് തരത്തില്ല. അത് നിനക്കൊരു ജോയ് നിനക്ക് ഒരിക്കലും തരത്തില്ല. If you spend your time and money on those things, you will never receive joy in this world. നിനക്ക് സന്തോഷം തരുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. The only place you receive joy is in the presence of God. നീ വിക്ടറി കാണുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. There is only one place you will see victory, that is in the presence of God. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്ക് സമാധാനം വേണോ? കുടുംബ ജീവിതത്തിൽ നിനക്ക് സന്തോഷം വേണോ? ദൈവത്തിന്റെ സന്നിധിയോട് നീ അടുത്തു വാ. Do you want peace and joy in your family life? Come to the presence of God. നിന്റെ ജീവിതം നീ മാറുന്നത് നിനക്ക് കാണണമോ? നിന്റെ ക്യാരക്ടർ നീ മാറുന്നത് കാണണമോ? ദൈവിക പ്രസൻസിനോട് നീ അടുത്തു വാ. Do you want to see your life and your character changing? Come to the presence of God. ഹല്ലേലൂയ. മറ്റുള്ളവർ വിചാരിക്കും ഇത് ഒരു നോർമൽ ലൈഫ് അല്ലല്ലോ എന്ന്. യെസ്, അത് ശരിയാണ്. നിനക്കൊരു നോർമൽ ലൈഫ് നയിക്കുവാനായിട്ട് കഴിയത്തില്ല. The other people will think this is not a normal life, and yes, you cannot live a normal life. പലരും വിശ്വസിക്കുന്നതൊക്കെ ഈ ന്യൂസിൽ പറയുന്നതും ന്യൂസ് ചാനലിൽ കാണുന്നതും ഒക്കെ പലരും വിശ്വസിക്കുന്നത്. പക്ഷെ അതല്ല സഹോദര നിന്നെ ഗൈഡ് ചെയ്യേണ്ടത്. അതല്ല സഹോദര നീ വിശ്വസിക്കേണ്ടത്. നീ വിശ്വസിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നതാണ് നീ വിശ്വസിക്കേണ്ടത്. Many people believe in the things they hear and see on the news, but you should believe in what the Holy Spirit speaks to you. ലോകത്തിലുള്ളതൊക്കെ കാണുന്നത് വിശ്വസിക്കുമ്പോൾ ഇവിടെ പറയേ കാണാത്തതാ ഹല്ലേലൂയ നാം വിശ്വസിക്കുന്നത്. When the world believes in the things seen, we believe in the things unseen. കാണുന്നതിനെ കണ്ടുകൊണ്ട് ചിലതൊക്കെ സന്തോഷിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവേദനെ നമ്മളെ വിളിച്ചത് കാണാത്തതിനെ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത്, റോമാലേഖനത്തിൽ നാം വായിച്ചതുപോലെ കാണുന്നത് പ്രത്യാശയല്ല, കാണാത്തതാണ് യഥാർത്ഥ പ്രത്യാശ. God has called you to rejoice in the things unseen. That's why it says we can hope in the things unseen. ഹല്ലേലൂയ. നിന്റെ അകത്തെ കണ്ണുകളൊന്ന് തുറക്കട്ടെ. You should open the eyes of your heart. ലോകം മുഴുവനും കാണുന്നത് കണ്ട് സന്തോഷിക്കുന്നവരാ. The world rejoices over things seen. കരിയറിലെ സക്സസ് കണ്ട് സന്തോഷിക്കുന്നവരാ. They rejoice in the success in the career. മാർക്കിലെ ഹല്ലേലൂയ മാർക്ക് കണ്ടും ഗ്രേഡ് കണ്ടും സന്തോഷിക്കുന്നവരാ. They rejoice in their grades. ഹല്ലേലൂയ. എന്നാൽ കാണാത്തതിനെ നോക്കി ഹോപ്പ് ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മളെ ദൈവം അങ്ങനെ കാണുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. But God has called us to rejoice in the things unseen and to hope. അതുകൊണ്ടാ സഹോദര അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത്. That is why he became poor for us. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇന്ന് പകലും നമ്മോട് പരിശുദ്ധാത്മാവ് പറയുന്നത് you need a progress in your life. That is why even in this morning the Holy Spirit speaks to us that you need a progress in your life. ഒരിക്കലും നിനക്ക് ഹല്ലേലൂയ നേരെ ഇരിക്കാൻ. ഇന്ന് പരിശുദ്ധാത്മാവ് അത് വ്യക്തമായിട്ട് അന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അത് സംസാരിക്കുന്ന ഒരു പദമാണ് you need a progress in your life. That's why the Holy Spirit speaks clearly that you need a progress. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രോഗ്രസ് വേണം. Your ministry needs a progress. നിന്റെ എല്ലാ തലങ്ങളിലും ഒരു അനോയിന്റിങ് വേണം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഓടിക്കുന്ന പരിപാടിയും കൊണ്ടൊന്നും വേണ്ട. ഹല്ലേലൂയ അടുത്ത ഒരു ലെവലിലേക്ക് നീ മാറണം. You have to move to the next level. ഹല്ലേലൂയ. നിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ആ വചന വെളിപ്പാടിന് ഒരു പ്രോഗ്രസ് വേണം. You need a progress in understanding the depth of the word of God. ഹല്ലേലൂയ. ഈ നിങ്ങൾ പേരൻസിനൊക്കെ നമുക്കെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടല്ലോ. അപ്പോൾ ഈ വചനവും നമ്മുടെ ലൈഫുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കട്ടെ. നമ്മളിപ്പം ഈ അപ്പൻ്റെ സ്ഥാനത്ത് നമ്മളെ കൺസിഡർ ചെയ്യുക. നമുക്കുള്ള സമ്പത്ത് മുഴുവനും വീടും പൈസ എല്ലാം നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യത്തില്ല അങ്ങനെ. എന്നാലും അങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇവർ ഒന്നും പഠിക്കാതെ ഞങ്ങളുടെ കാലത്തിലൊക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് നടന്നാൽ, ഇപ്പോൾ ക്രിക്കറ്റ് അല്ലല്ലോ സോക്കറും ഹോക്കിയൊക്കെ കളിച്ച് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ? Imagine your parents if you spend everything and your children doesn't live up to that expectation. Praise the Lord. Hallelujah.
ഇന്ന് നിങ്ങൾ മറക്കരുത്, നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ സകല സമ്പന്നതയും വെടിഞ്ഞ്. ഹല്ലേലൂയ. പറഞ്ഞില്ലേ, അവൻ ശക്തനായിരുന്നു, പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് വീക്കായിട്ട് മാറി. കാര്യം ഇവിടെ അവൻ കാൽവറി ക്രൂശിൽ നടക്കുമ്പോൾ പടയാളികൾ വിളിച്ച് പറയുകയാണ്, നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. When Jesus was being crucified, the soldiers said, come down from the cross if you have power. ഹല്ലേലൂയ. എങ്ങനെയാ നിന്റെ ദൈവം വീക്കായത്? How did your God become weak? മറ്റുള്ളവരൊക്കെ ചോദിക്കുകയാണ്, ഹേ, എങ്ങനെയാ നിങ്ങളുടെ ദൈവം വീക്കായി മാറിയത്? The other people ask, why? How did your God become weak? ദൈവം വീക്കായത് എന്നെ നിന്നെ കാൽവറി ക്രൂശിൽ കിടന്ന് കണ്ടതുകൊണ്ടാണ്. God became weak because he saw you in Calvary. നമ്മുടെ കർത്താവിൻ്റെ ഏക വൾണറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മളായിരുന്നു. The only vulnerable point in God's life is us. അവൻ കാൽവറി ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ആരും ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കത്തില്ലായിരുന്നു. If he came down from the cross, then we would not be worshiping God here. ഹല്ലേലൂയ. അവൻ കാൽവറി ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, ഹല്ലേലൂയ, പാതാളമേ നിന്റെ ജയം എവിടെയെന്ന് വിളിച്ചു പറയുവാനായിട്ട് നമുക്ക് കഴിയത്തില്ലായിരുന്നു. If he came down from the cross, we will never be able to say, where, O death, is your sting, and where, O hell, is your victory. ഇന്ന് നമ്മൾ ആ പാട്ട് പാടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഏതാണ്ട് ആരോഗ്യം വെച്ചിട്ടൊന്നും അല്ല പാട്ട് പാടുന്നത്. ഇന്ന് ആ പാട്ട് പാടുന്നത് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുവൻ വീക്കായി മാറിയത് കൊണ്ടാണ്. കാൽവറി ക്രൂശിൽ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി ഒരുവൻ ഏറ്റത് കൊണ്ട്, ഹല്ലേലൂയ, നമുക്കിന്ന് സമ്പന്നതയോടുകൂടെ പാടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. മരണമേ നിന്റെ വിഷമുള്ള എവിടെ, പാതാളമേ നിന്റെ ജയം എവിടെ. Today in richness we can say, where, O death, is your sting, because he suffered in our stead. Praise God. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Are you able to understand? ഹല്ലേലൂയ. നോർമൽ ക്രിസ്ത്യനായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ വ്യക്തിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവമക്കളെ ദൈവം നമ്മളെ വിളിച്ചത്. God has not called us to live as a normal person. ഹല്ലേലൂയ. നോർമൽ ഗ്രേഡ് മേടിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്. God has not called us to earn normal grades. ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ ഭയങ്കര വലുതായിരുന്നു. God has great expectations. നിങ്ങളെ അവൻ അവിടുന്ന് താഴോട്ട് ഇറങ്ങിയത് നിങ്ങളെ ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. He left the heavenly places to make you reach there. അല്ലെ, അതിൽ കുറഞ്ഞതൊന്നുമല്ല, ഞാൻ ഇരുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. It is to seat us where he sat. ആ സ്ഥലത്തേക്ക് അവൻ നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ ചിന്തകളൊക്കെ മാറണം, നമ്മുടെ പാറ്റേൺസ് മാറണം. ഹല്ലേലൂയ. നമ്മുടെ കംപ്ലീറ്റ് കോൺസെപ്റ്റേ ഒന്ന് മാറണം. Our thinking, our pattern and our concepts have to change. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാണുന്നത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. The problem with us is that we decide many things on the basis of our friends, co-workers and the people we see. നമ്മൾ ബൈബിൾ വായിക്കാറില്ല. We will not read the Bible. ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യണം. We should meditate the Bible. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെക്കുറിച്ചുള്ള കോളിംഗ് ഡിഫറെൻ്റ്. That's when we realize our calling is different. ഒരു വലിയ പ്രോമിസ് കോൺട്രാക്റ്റ് ഒക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് ഇതൊന്നും വായിക്കാതെ നമുക്ക് പലപ്പോഴും ഇന്നും നമ്മൾ സ്ലേവറിയിൽ ജീവിക്കുന്ന അവസ്ഥകളൊക്കെ ഒന്ന് മാറണം. The situations of living in slavery without reading God's word has to change. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മാറുവാനായിട്ട് ഇടയാകും. Our lives will change. നമ്മുടെ കുടുംബം മാറുവാനായിട്ട് Our ഇടയാകും. families will change. നമ്മുടെ ഹല്ലേലൂയ രീതികൾ നമ്മൾ സംസാരിക്കുന്നതൊക്കെ മാറുവാനായിട്ട് ഇടയാകും. Our talking styles will change. അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന് നിന്നെ സമ്പന്നനാക്കാൻ He വേണ്ടിയിട്ടാണ്. became poor to make you rich. നീ സമ്പന്നനായില്ലെങ്കിൽ അത് നിന്റെ ഒരു പരാജയമാ സഹോദരാ. If you did not become rich, it's your fault. നിനക്കിത് മനസ്സിലായില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ പോലെ ഒരു നഷ്ടമുള്ള, നിന്നെ പോലെ മടയനായിട്ടുള്ള ഒരു വ്യക്തി ലോകത്തിലില്ല. If you do not understand this, you are the most pitiable person. ഹല്ലേലൂയ. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ സമ്പന്നരായി തീരേണ്ടതെന്നുള്ളത്. It is our responsibility to become rich. ഞാൻ കുറെ പൈസയുടെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. I'm not talking about money. ആത്മീയ സമ്പന്നനായി തീരുവാൻ നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം അവൻ ചെയ്തു. To become spiritually rich, God has അവൻ given us നമുക്ക് വേണ്ടി everything. ദരിദ്രനായി തീർന്നു. He became poor for us. നിന്നെ സമ്പന്നനായി തീർക്കാനായിട്ട്. To make you rich. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. ഹല്ലേലൂയ.